എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ത്യൻ ജോഗ്രഫിയിലും അതുപോലെ എക്കണോമിക്സിലും വരുന്ന ഒരു ടോപ്പിക്കാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. ധാതുക്കളും വ്യവസായവും പറഞ്ഞിട്ടാണ് നമുക്ക് ടോപ്പിക്ക് വരുന്നുണ്ട്. അതിൽ നമ്മൾ ഇന്ന് എടുക്കുന്നത് ഇന്ത്യയിലെ ധാതുക്കൾ എന്നാണല്ലേ. നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് ചോദിച്ചതാണ് ഈ ക്ലാസ് വേണമെന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ ധാതുക്കളെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു അഡാർ ക്ലാസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ കുറച്ചൊന്ന് മനസ്സിലാക്കാനും നമുക്കത് കഷ്ടമുള്ളതാണ്. നമുക്ക് ഓരോരോ ഉൽപാദനത്തിന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് ക്ലാസ്സിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടിരിക്കുക. എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തമായ ക്ലാസ് ആയിരിക്കും. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക, മാർക്കാക്കിയിട്ട് മാറ്റുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഭാഗം ഇപ്പൊ ഞാനിപ്പോ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഇത് നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഓരോരോ ഭാഗം തരുന്ന സമയത്ത് ആ ഭാഗങ്ങള് പെർഫെക്റ്റ് ആക്കിയിട്ട് മാറ്റുക. ക്ലാസ് ആ രീതിയിലായിരിക്കും കേട്ടോ. അപ്പോ നമ്മൾക്ക് ഇപ്പൊ ഈ സ്ക്രീനിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ധാതുക്കളാണ് അല്ലേ. നമ്മൾ ഏതിലത്തെ പഠിക്കുന്നത്? വേൾഡിനെയാണോ? അല്ല, നമ്മുടെ ഇന്ത്യയിലത്തെ ധാതുക്കളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ധാതുക്കൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലോഹധാതുക്കളുണ്ട്, അലോഹധാതുക്കളുണ്ട്. എങ്ങനെയാണ്? ലോഹധാതുക്കളുണ്ട്, അലോഹധാതുക്കളുണ്ട് കേട്ടോ. അപ്പോ ഈ ലോഹധാതുക്കൾ എന്ന് പറയുന്നതില് ഒന്ന് ഇരുമ്പിന്റെ അംശമുള്ളവയുണ്ട്, അല്ലാത്തവയുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ ധാതുക്കള് കാണപ്പെടുന്നത്. ധാതുക്കൾ എങ്ങനെയൊക്കെ കാണപ്പെടുന്നുണ്ട്? ലോഹധാതുക്കളുണ്ട്, അലോഹധാതുക്കളുണ്ട്. ആ ലോഹധാതുക്കളിൽ തന്നെ എങ്ങനെയുണ്ട്? ഇരുമ്പിന്റെ അംശമുള്ളവയുമുണ്ട്, ഇരുമ്പിന്റെ അംശം അല്ലാത്തവയുമുണ്ട്. അപ്പൊ ഈ ബോക്സ് ഒന്ന് നോക്കിക്കേ. ധാതുക്കൾ ധാതുക്കൾ എങ്ങനെയാണ്? രണ്ടെണ്ണം അല്ലേ. ലോഹധാതുക്കളും അലോഹ ധാതുക്കളും. ആ ലോഹധാതുക്കളിലുള്ളതാണ് നോക്കിക്കേ ഇരുമ്പിന്റെ അംശമുള്ളത്, ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവയും. ഓക്കെ ആണല്ലോ. ഇരുമ്പിന്റെ അംശമല്ലാത്തവ, ഇരുമ്പിന്റെ അംശമുള്ളവ. അതിൽ ഇരുമ്പിന്റെ അംശമുള്ളവ ഏതൊക്കെയാണ്? ഇരുമ്പയിര്. ഇരുമ്പയിര് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ഇരുമ്പിന്റെ അംശമുണ്ട്. പിന്നെ ഇരുമ്പിന്റെ അയിരാണ് ഏത്? മാംഗനീസ് അല്ലേ. അപ്പൊ ഇരുമ്പയിര്, മാംഗനീസ്, ഇതിലൊക്കെ എന്താണ്? ഇരുമ്പിന്റെ അംശമുണ്ട്. ഇനി ഇരുമ്പിന്റെ അംശമല്ലാത്തവ സ്വർണത്തിലൊക്കെ ചെമ്പാണ് അല്ലേ. അതിലെന്തില്ല? ഇരുമ്പില്ല. പിന്നെ വെള്ളി, പിന്നെ ചെമ്പ്, ബോക്സൈറ്റ്, അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ്, ഇതിലൊന്നും എന്തില്ല? ഇരുമ്പില്ല. ഇനി അലോഹധാതുക്കൾ പറഞ്ഞു. ആ അലോഹധാതുക്കൾ പറഞ്ഞ എങ്ങനെയാണ്? അതില് ധാതു ഇന്ധനങ്ങളാണ് അല്ലെ. ധാതു ഇന്ധനങ്ങൾ, പെട്രോളിയം, കൽക്കരി, അതൊക്കെയാണ് അലോഹധാതുക്കളിൽ വരുന്നത്. മറ്റു ധാതുക്കളാണ് അബ്രം. ഓക്കെ, അലോഹധാതുക്കളില് ധാതു ഇന്ധനമായിട്ട് വരുന്നതാണ് ഇത് കൽക്കരിയും പെട്രോളിയവും. പിന്നെ മറ്റു ധാതുക്കളിലാണ് അബ്രം ഒക്കെ വരുന്നത്. അബ്രമൈക്ക അല്ലെ. അപ്പൊ ഈ ഭാഗം മനസ്സിലായോ? ഈ ഏരിയ മനസ്സിലായോ? ഇനി മറക്കില്ലല്ലോ. ലോഹധാതുക്കളുണ്ട്, അലോഹധാതുക്കൾ നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ലോഹധാതുക്കൾ തന്നെ ഇരുമ്പിന്റെ അംശമുള്ളവയും ഇല്ലാത്തവയും ഉണ്ട്. അതിൽ ഇരുമ്പിന്റെ അംശമുള്ളതാണ് ഇരുമ്പയിരും മാംഗനീസും എന്ന് പറയുന്നത്. ഇരുമ്പിന്റെ അംശമില്ലാത്തവയാണ് നമ്മുടെ സ്വർണം, വെള്ളി, ചെമ്പ്, മാംഗനീസ് എന്നിവയൊക്കെ. പിന്നെ അലോഹധാതുക്കൾക്ക് വരുന്ന ഉദാഹരണമാണ് ഏതൊക്കെയാണ്? പെട്രോളിയം, കൽക്കരി. മറ്റു ധാതുക്കളിൽ വരുന്നതാണ് അബ്രം. അതായത് അബ്രത്തിന്റെ മറ്റൊരു പേരെന്താണ്? മൈക്ക. ഈ ഭാഗം ഓക്കെയോ? ഇനി ഈ ഭാഗം ട്ടോ. ആ ഭാഗം ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മൾ പഠിച്ചു പോയാൽ, അല്ലാണ്ട് കുറെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുറെ പറഞ്ഞു തന്നിട്ട് മാംഗനീസ് ഉൽപാദനത്തിൽ ഓഡീഷൻ അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല. അപ്പൊ നമ്മളിപ്പോ ആ ഭാഗം ഓക്കെ ആയോ? ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് കിടക്കാം. എന്താണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്? നമ്മുടെ നമ്മളിപ്പോ ഇന്ത്യയിൽ ധാതു വിഭവങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലെ. ആ ധാതു വിഭവങ്ങളുടെ പ്രധാനപ്പെട്ട പങ്കും എവിടെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. നമ്മൾ ധാതുക്കൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏത് ഇതിലാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. ഉപദ്വീപിയിലെ പീഠഭൂമിയിലെ എവിടെയാണ്? ആഗ്നേയ, ശ്രദ്ധിക്കണം ട്ടോ, ആഗ്നേയ കായാന്തരിത ശിലകളുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടാണ് കാണുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ
കായാന്തരിത ശിലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏത് കാണപ്പെടുന്നത്? ഇന്ത്യയിലെ ധാതു വിഭവങ്ങൾ കാണപ്പെടുന്നത്. ഉപദ്വീപീയ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം എന്നൊക്കെ തരും. അവിടെയെല്ലാം ഉപദ്വീപീയ പീഠഭൂമിയിലെ എവിടെ? ആഗ്നേയ, അവസാദം വരുന്നില്ല കേട്ടോ, ആഗ്നേയ കായാന്തരിത ശിലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യയിലെ ധാതു വിഭവങ്ങൾ കാണപ്പെടുന്നത്. ഇനി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ് അല്ലെ. എപ്പോഴും PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ധാതുക്കളുടെ കലവറ ഏതാണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇനി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന എങ്ങനെയാണ് പറയുക ഉപദ്വീപീയ പീഠഭൂമിയെ? ഭൂവിഭാഗം എന്ന് പറയും. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം എങ്ങനെയാണ്? ഭൂവിഭാഗമാണ് ഏത്? ഉപദ്വീപീയ പീഠഭൂമി. എങ്കിൽ ഛോട്ടാ നാഗ്പൂരിനെ എന്ത് പറയും? ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ആണ് ഏത്? ഛോട്ടാ നാഗ്പൂർ. മനസ്സിലായാലോ വ്യത്യാസം എന്താന്നുള്ളത്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂർ ആണ്. ഇനി ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡ് ആണ്. സംസ്ഥാനം ചോദിച്ചാൽ ജാർഖണ്ഡ്, പ്രദേശം ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂർ, ഭൂവിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമി. ഈ 3 ഇപ്പൊ മനസ്സിലായോ? ഇനി ഇത് തെറ്റിക്കില്ലല്ലോ. ഓക്കെ. ഇനി ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ഖനികൾ അല്ലെ, ഖനികൾ കാണപ്പെടുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ് കേട്ടോ. 1ാം സ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഖനികൾ കാണപ്പെടുന്നത് മധ്യപ്രദേശില്. 2ാം സ്ഥാനത്താണ് ഗുജറാത്ത്. 3ാം സ്ഥാനത്താണ് കർണാടക. അപ്പൊ ഖനികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? മധ്യപ്രദേശ്. 2ാം സ്ഥാനം ഗുജറാത്ത്. 3ാം സ്ഥാനം കർണാടക. 3 ഓക്കെ ആയല്ലോ. ഇനി മറക്കോ? ഇത് 2022-23 റിപ്പോർട്ട് പ്രകാരമാണ് കേട്ടോ. 2022-23 കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ്. മനസ്സിലായല്ലോ? കേന്ദ്ര ഏത് മന്ത്രാലയം? ഖനി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ഇന്ത്യയില് 28 സംസ്ഥാനങ്ങൾ ഉള്ളിടത്ത് ഏറ്റവും കൂടുതൽ ഖനികളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. 2ാം സ്ഥാനം ഗുജറാത്താണ്. 3ാം സ്ഥാനം കർണാടകയാണ്. ഓക്കെ ആയല്ലോ. ഈ 3 ഓക്കെ ആയി. ഈ 3 ഓക്കെ ആയി. ഇനി 2021-22 കേട്ടോ. ഇങ്ങനെയാണ് 2021-2022 റിപ്പോർട്ട് പ്രകാരം ധാതു ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഖനികളാണ് മധ്യപ്രദേശ് പറയുന്നത്. എന്നാൽ ധാതുക്കൾ ഉൽപാദിപ്പിക്കുന്നതില് 1ാം സ്ഥാനം എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. 1ാം സ്ഥാനം എവിടെയാണ്? ഒഡീഷ. എത്ര ശതമാനമാണ്? 44.11%. 100% നമ്മൾ കണക്കാക്കുക അല്ലെ മൊത്തം. അതിൽ 44% ധാതുക്കൾ ഉൽപാദിപ്പിക്കുന്നതില് 1ാം സ്ഥാനം ഒഡീഷയാണ്. 2ാം സ്ഥാനം ഛത്തീസ്ഗഡ്. 3ാം സ്ഥാനം രാജസ്ഥാൻ. മനസ്സിലായല്ലോ? ധാതുക്കള് ഇന്ത്യയില് ധാതുക്കളുടെ ഉൽപാദനത്തിൽ പഠിക്കണേട്ടാ ഞാൻ ഇത്രയും റിപ്പീറ്റേഷൻ ചെയ്യുന്നത്. ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഇന്ത്യയിലെ ധാതുക്കളുടെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ എവിടേക്ക് വരണം? ഒഡീഷയിലേക്ക് വരണം. എത്ര ശതമാനമാണ്? 44.11%. 2ാം സ്ഥാനം ആർക്ക് കൊടുക്കുക? ഛത്തീസ്ഗഡിന് കൊടുക്കുക. 3ാം സ്ഥാനം രാജസ്ഥാന് കൊടുക്കുക. ഛത്തീസ്ഗഡ് 17.34% കേട്ടോ. 17.34% ഛത്തീസ്ഗഡ്. എങ്കിൽ രാജസ്ഥാൻ എത്രയാണ്? 14.10% ധാതു ഉൽപാദനം. ഒഡീഷ 44, ഛത്തീസ്ഗഡ് 17, രാജസ്ഥാൻ 14. ഓക്കെ ആയല്ലോ. OCR അല്ലെ, OCR എന്ന് കൊടുക്കുക അല്ലെ. OCR ഒഡീഷ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ. ഓക്കെ ആയല്ലോ. ഇനി നമ്മുടെ ഇന്ത്യയുടെ ഖനന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധൻബാദ്. ഖനന ഗവേഷണ കേന്ദ്രമാണ്
ധൻബാദ്. ധൻബാദ് എവിടെയാണ്? ജാർഖണ്ഡിലാണ് കേട്ടോ. ധൻബാദ് ജാർഖണ്ഡ്. ഖനന ഗവേഷണ കേന്ദ്രമാണ് ധൻബാദ്. ഇനി നമ്മൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഖനികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? 1851 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എപ്പോഴാണ്? 1851 ഇപ്പൊ 2023 കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ഇന്ത്യയിലെ എത്ര ഖനികളാണുള്ളത്? 13, 19 കേട്ടോ. 1319. 13 3ന്റെ സ്ക്വയർ അല്ലേ 9. 3ന്റെ സ്ക്വയർ അങ്ങനെ വെച്ച് പഠിക്കുക. 13, 19 കേട്ടോ. 2022-23 കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഖനികളുടെ എണ്ണമാണ് എത്ര? 1319. അപ്പൊ ഈ ഭാഗം ഓക്കെ ആയല്ലോ. അപ്പൊ കഴിഞ്ഞ ഭാഗത്ത് ഖനന ഗവേഷണ കേന്ദ്രം പഠിച്ചു. ധാതുക്കൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രദേശങ്ങളും ഭൂവിഭാഗങ്ങളും സംസ്ഥാനങ്ങളും ഏതാന്ന് പഠിച്ചു. ധാതു ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് പഠിച്ചു. അങ്ങനെ മനസ്സിലാക്കി. ഇനി നമുക്ക് നേരെ ധാതുക്കളിലേക്ക് കിടക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ലോഹധാതുക്കളുണ്ട്, അലോഹധാതുക്കളുണ്ട്. നമുക്ക് ആദ്യം എന്ത് പഠിക്കാം? ലോഹധാതുക്കളുണ്ട് അല്ലെ. ലോഹധാതുക്കൾ തന്നെ ഇരുമ്പിന്റെ അംശമുള്ളതുകൊണ്ട് ഇരുമ്പിന്റെ അംശം ഇല്ലാത്തതുകൊണ്ട്. ആ ഇരുമ്പിന്റെ അംശമുള്ളതിൽ നമ്മൾ ഏത് പഠിച്ചു? ഇരുമ്പയിരും മാംഗനീസ് ഒക്കെ പഠിച്ചില്ലേ. നമുക്കെന്നാ അതിലേക്ക് പോകാം. ലോഹധാതുക്കളിൽ ഫസ്റ്റ് നമുക്ക് ഇരുമ്പയിരിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. നമ്മുടെ ഇന്ത്യയില് ഇരുമ്പയിരിന്റെ കലവറകള് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചോട്ടെ. നമുക്ക് എപ്പോഴും എക്സാമുകൾക്ക് പൊതുവെ LD-ക്കൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളാണെങ്കിൽ കൂടുതലായിട്ട് വരാറ്. ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങള് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇരുമ്പയിര് ഉൽപാദനത്തില് ഇരുമ്പയിരിന്റെ കലവറകൾ കേട്ടോ. ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമല്ല, ഇരുമ്പയിരിന്റെ കലവറകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. ഇരുമ്പയിരിന്റെ കലവറകൾ കൂടുതലുള്ള സംസ്ഥാനം 1 കർണാടക, 2 ഒഡീഷ, 3 ജാർഖണ്ഡ്. എവിടെയും പിന്നെ ഒഡീഷ വിട്ടുകളിയില്ല അല്ലെ. എല്ലായിട്ടും ഉണ്ടാവും നമ്മുടെ ഒഡീഷ. കർണാടക, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. കർണാടക, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡിലാണ് ഇരുമ്പയിരിന്റെ കലവറകള് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ പഠിച്ചു. ഇനി ഇരുമ്പയിര് ഉൽപാദനം നമുക്ക് എപ്പോഴും ചോദിക്കാറില്ല. ഇരുമ്പയിര് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ചോദിക്കാറില്ലേ. ഇരുമ്പയിരിന്റെ ഉൽപാദനത്തില് മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ, 2ാം സ്ഥാനം ഛത്തീസ്ഗഡ്, 3ാം സ്ഥാനം കർണാടക, 4ാം സ്ഥാനം ജാർഖണ്ഡ്. അപ്പൊ ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചിട്ട് നമുക്ക് അതിന് പരീക്ഷകൾക്കൊക്കെ ഓർമ്മയുണ്ടോ? 4-5 സംസ്ഥാനങ്ങൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും തരും. എന്നിട്ട് 1ാം സ്ഥാനം ആർക്കാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറയില്ലേ. അപ്പൊ ഇരുമ്പയിര് എന്ന് കാണുമ്പോൾ ഫസ്റ്റ് ഒഡീഷ എന്നുള്ള ഓപ്ഷൻ എടുത്തു വെച്ചിട്ട് വേണം ചെയ്യാൻ. 2ാമത് ആര് വരണം? ഛത്തീസ്ഗഡ് വരണം. 3ാമത് കർണാടക, 4 ജാർഖണ്ഡ്. ഇത് ഈ സൈഡ് സ്ലൈഡ് പഠിച്ചല്ലോ. ഈ ഭാഗം ഓക്കെ ആയോ? ഇനി ഈ ബോക്സ് ഒന്ന് പഠിച്ചു വെക്കണേ. സംസ്ഥാനങ്ങളും പ്രധാനപ്പെട്ട ഖനന മേഖലകളും. ഏത് ഖനന മേഖല? ഇരുമ്പയിര് ഖനന മേഖല. ഇരുമ്പയിര് കേട്ടോ. അതൊക്കെ ഇത്രയും സ്ഥലങ്ങള് ഇരുമ്പയിരിനാണ് പ്രസിദ്ധം. പക്ഷെ ചോദിക്കാം സുന്ദർഗഡ്, ഒഡീഷയിൽ നമുക്കത് സുന്ദർഗഡ്, മയൂർ, ഇതൊക്കെ SCRT കിടക്കുന്നതാണ് കേട്ടോ. സുന്ദർഗഡ്, സുന്ദർവ് എന്നൊന്നുമല്ല, സുന്ദർഗഡ് എന്നാണ് കേട്ടോ. അപ്പൊ സുന്ദർഗഡ്, ഒഡീഷയിലെ സുന്ദർഗഡ് എന്തിന് പ്രസിദ്ധം എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ എന്ത് പറയണം? പറയണ്ടല്ല, എഴുതണം അല്ലേ. എന്ത് ചെയ്യണം? ഇരുമ്പയിരിന് പ്രസിദ്ധം എന്ന് പറയണം. അപ്പൊ നോക്കിക്കേ, ഒഡീഷയിലെ ഇരുമ്പയിര് ഖനന മേഖല ഏതൊക്കെയാണ്? സുന്ദർഗഡ്, മയൂർഗഞ്ച്, ചാറ്. ജാർഖണ്ഡില് സിംഗ്ഭം, ഛത്തീസ്ഗഡില് ദുർഗ്, ബൈലാദില അല്ലെങ്കിൽ ബൈലാദിലയുടെ മറ്റൊരു പേരാണ് ദണ്ഡവാര. മഹാരാഷ്ട്രയിലാണ് ചന്ദാപൂർ, ഭണ്ഡാരം, രത്നഗിരി. കർണാടകയില് ബെല്ലാരി, ചിക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഗോവ മർമഗോവ. തമിഴ്നാട് സേലം, നീലഗിരി. ഇത് നമുക്കറിയാം അല്ലെ. തമിഴ്നാട്ടില് സേലത്തും നീലഗിരിയിലും എന്തുണ്ട്? ഇരുമ്പയിര് ഖനന മേഖലയുണ്ട്. സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഗോവയിലാണ് മർമഗോവ. അത് ആ പേരിലുണ്ട്. നമുക്ക് കർണാടകയും പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ബെല്ലാരിയും ചിക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ് ഒക്കെ കർണാടകയിലാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ 4 നമുക്ക് എന്ത് ചെയ്യുന്നത്? കുറച്ച് കൺഫ്യൂഷൻ വരുന്നത് അല്ലെ. ഒഡീഷയിൽ സുന്ദർഗഡ്, മയൂർഗഞ്ച്, ചാറ്. ജാർഖണ്ഡിൽ സിംഗ്ഭം. ജാർഖണ്ഡിൽ പിന്നെ ഒന്നല്ലേ പഠിക്കാനുള്ളൂ, സിംഗ്ഭം. ഛത്തീസ്ഗഡ് ദുർഗ്,
ബൈലാദില. ബൈലാദിലയുടെ മറ്റൊരു പേരാണ് ദണ്ഡവാര. മഹാരാഷ്ട്രയിലാണ് ചന്ദാപൂർ, ഭണ്ഡാരം, ഓക്കെ, രത്നഗിരി, ഈ ഭാഗങ്ങള് ഇരുമ്പയിരിന് പ്രസിദ്ധമാണ്. നമ്മള് ഇരുമ്പയിരിന്റെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ ഇരുമ്പയിരിലെ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിന്റെ 50% മുതൽ 60% വരെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ, ഓക്കെ, നമ്മൾ ഖനനം ചെയ്യും. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കുറച്ച് നേരത്തെ സംസ്ഥാനങ്ങളൊക്കെ പഠിച്ചില്ലേ, അവിടെ നിന്നിട്ട് ഇരുമ്പയിര് ഖനനം ചെയ്തിട്ട് ഏതൊക്കെ രാജ്യങ്ങളാണ് 50% മുതൽ 60% വരെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് സാധനം ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരുടെ രാജ്യത്തിൽ ഇറക്കുമതി ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനം ജപ്പാനാണ്. അപ്പൊ ജപ്പാനാണ് നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ ജപ്പാന്, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങള്, ഗൾഫ് രാജ്യങ്ങള്, ഇതൊക്കെ എന്താണ് 50 മുതൽ 60% വരെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിന്റെ 50 മുതൽ 60% വരെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും. ഇനി ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ് കേട്ടോ. നമ്മള് ഇരുമ്പയിര് ഇപ്പൊ വേറെ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, വേറെ രാജ്യങ്ങള് ഇരുമ്പയിര് ഈ രാജ്യങ്ങൾക്കൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം അപ്പോൾ എത്രാം സ്ഥാനമാണ്, 4ാം സ്ഥാനത്താണ് അല്ലെ. അപ്പൊ എത്ര വലിയ സ്ഥാനമാണ് അല്ലേ. ഇനി ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം അത് നമുക്കറിയാം അല്ലെ, ജപ്പാൻ. 1ാം സ്ഥാനം തന്നെ നമ്മൾ ജപ്പാനാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇരുമ്പയിര് ഇറക്കുമതി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്, ജപ്പാനാണ്. ഏതൊക്കെയാണ് ഇരുമ്പിന്റെ അയിരുകൾ ഏതൊക്കെയാണ് നമ്മൾ എപ്പോഴും പഠിക്കാറില്ലേ, ഹെമറ്റൈറ്റ് അല്ലെ. ഇന്ത്യ 4ാം സ്ഥാനത്താണ് പഠിക്കുക. ജപ്പാനാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കുക. ഇരുമ്പിന്റെ അയിരുകളാണ് ഹെമറ്റൈറ്റ് കേട്ടോ, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ഓക്കെ, മാഗ്നറ്റൈറ്റ് ഇരുമ്പയിര്, മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഒക്കെ എന്താണ്, ഇരുമ്പിന്റെ അയിരുകളാണ്. ഇനി ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം നമ്മൾ പഠിച്ചുല്ലേ, ഒഡീഷയാണ്. ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്, ഒഡീഷയാണ്. എത്രയാണ്, 53.82%. അപ്പൊ ഒഡീഷയാണ് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എത്ര ശതമാനം, 53.82% ഒഡീഷയാണ് ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് നമ്മുടെ 2022-23 റിപ്പോർട്ട് പ്രകാരമാണ് ഈ ശതമാന കണക്ക് കേട്ടോ. നമ്മളങ്ങനെ ഇരുമ്പയിര്, നമ്മൾ ഈ ലോഹധാതുക്കളിൽ ഇരുമ്പിന്റെ അംശമുള്ളവയിൽ ഇരുമ്പയിര്, മാംഗനീസ് എന്ന് പറഞ്ഞു അല്ലെ. അതിൽ ഇരുമ്പയിര് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഇരുമ്പയിര് പഠിച്ചു കഴിഞ്ഞല്ലോ, ഒഡീഷന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഓരോന്ന് പഠിക്കുന്ന സമയത്തില്ലേ ആ അങ്ങനെ ഇരുന്നിട്ട് ആ വീഡിയോ ഫുൾ, ഇതിപ്പോ ഇത്തിരി ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും, ആ ഫുള്ള് വീഡിയോ ഇരുന്ന് കണ്ടിട്ട് അയ്യോ അതൊക്കെ ഒന്നും അങ്ങനെയല്ല. ആ ഓരോ സ്ലൈഡ് നമ്മൾ വരുന്നല്ലോ, ഓരോ സ്ക്രീന് വരുന്നില്ലേ, ആ സ്ക്രീനിലുള്ളത് ആദ്യം എന്ത് ചെയ്യുക, ഓരോന്ന് മാറ്റി വെക്കുക. ആദ്യം എന്താണ് ധാതുക്കൾ എന്നുള്ളത് മനസ്സിലാക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കി എന്നുള്ളത് ഉറപ്പിച്ച് മാത്രം അടുത്ത സ്ക്രീനിലേക്ക് പോകാം. ഇരുമ്പയിരാണ് നമ്മൾ പിന്നെ പഠിക്കുന്നത്, ഇരുമ്പയിരാണ്. ആ ഇരുമ്പയിരിനെ കുറിച്ചിട്ട്, ഇരുമ്പയിര് എന്താണ്, ഏത് രാജ്യമാണ്, ഏത് സംസ്ഥാനമാണെന്നുള്ളത് ഇരുമ്പയിരിനെ കുറിച്ചിട്ട് വ്യക്തമാക്കുക. എന്നിട്ട് അടുത്തത് മാംഗനീസിലേക്ക് വരിക. അല്ലാതെ ഇരുന്ന് പഠിച്ച് മനസ്സിലാവില്ല കേട്ടോ. അപ്പൊ ഓരോന്ന് എന്ത് ചെയ്യുക, ഓരോ സ്ക്രീനും പഠിച്ചു മാറ്റുക. ഇനി നമ്മൾ അടുത്തത് മാംഗനീസ് ആണ് കേട്ടോ. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ മുഖ്യ അസംസ്കൃത വസ്തുവാണ് ഏത്, മാംഗനീസ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ കേട്ടോ, ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ മുഖ്യ അസംസ്കൃത വസ്തു ഏത് എന്ന് ചോദിച്ചാൽ അത് മാംഗനീസ് ആണ്. എന്തിനാണ് ഈ മാംഗനീസ് ഉപയോഗിക്കുക, സങ്കരലോഹം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താണ് മാംഗനീസിന്റെ ഉപയോഗം, എന്താണ്, നമ്മുടെ ഇരുമ്പുമായിട്ട് കൂട്ടിക്കലർത്തിയിട്ട് സങ്കരലോഹങ്ങൾ നിർമ്മിക്കാനാണ് മാംഗനീസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പഠിച്ചോ. ഇനി ലോകത്തില് മാംഗനീസ് നിക്ഷേപത്തിന്റെ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത്, നമ്മുടെ വേൾഡ് വെച്ച് കണക്കാക്കുന്ന സമയത്ത്, നമ്മുടെ ലോകം മൊത്തം കണക്കാക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 20% ആര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഉൽപ്പാദനം നടത്തുന്നുണ്ട് മാംഗനീസ്, നമ്മുടെ ഇന്ത്യയാണ്. ലോകത്തില് മാംഗനീസ് നിക്ഷേപത്തിന്റെ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത്, 20%. അപ്പൊ മാംഗനീസിന്റെ ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ്, മധ്യപ്രദേശ്. വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്തോട്ടെ, മഹാരാഷ്ട്രയ്ക്ക് പോണ്ട, മധ്യപ്രദേശ്.
ഒന്നാം സ്ഥാനം ഫസ്റ്റ്. മാംഗനീസ് ഇരുമ്പയിരിന്റെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം നമ്മൾ പറഞ്ഞത് ഒഡീഷ പറഞ്ഞു. മാംഗനീസ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. മാംഗനീസ് ഉൽപാദനത്തിൽ മുന്നില്. എത്ര ശതമാനമാണ്? 31.5% ആര് ഉൽപാദിപ്പിക്കുന്നുണ്ട്? മധ്യപ്രദേശ് ഉൽപാദിപ്പിക്കുന്നുണ്ട്. ഇതും 2022-23 ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസിന്റെ, അതായത് ഇന്ത്യയിലെ കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം, ഏത് റിപ്പോർട്ട്? 2022-23 റിപ്പോർട്ട് പ്രകാരം മാംഗനീസ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് മധ്യപ്രദേശാണ്, 31.5%. ഇനി മാംഗനീസ് ഇന്ത്യയിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ധാർവാർ ശിലാവ്യവസ്ഥയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മാംഗനീസ് ഇന്ത്യയിൽ എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ധാർവാർ ശിലാവ്യവസ്ഥയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മാംഗനീസ് ഇന്ത്യയിൽ മുഖ്യമായിട്ടും ഏത് ശിലയിലാണ്? ആഗ്നേയശില, അവസാദശില, കായന്ത്രിതശില, ധാർവാർ ശില എന്നൊക്കെ പറയാം. അപ്പൊ ചെയ്യണം, ധാർവാർ ശിലാവ്യവസ്ഥയുമായിട്ടാണ് മാംഗനീസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി മാംഗനീസിന്റെ നമ്മൾ നേരത്തെ ഒരു ബോക്സ് ഇരുമ്പയിരിന്റെ ബോക്സ് പഠിച്ചു അല്ലെ? ഇനി നമുക്ക് ഇതിലെ മാംഗനീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നോക്കിക്കേ. ഒഡീഷ സംസ്ഥാനം. ഒഡീഷയില് ബൊണായി, കെന്ദുച്ചാർ, സുന്ദർഖണ്ഡ്, ഗാംഗ്പൂർ, കൊരാപുട്ട്, കലഹന്ദി, ബോളംഗീർ, ഇത്രയും സ്ഥലങ്ങൾ ഒഡീഷയിലെ എന്തിനു പ്രസിദ്ധമാണ്? മാംഗനീസ് ഉൽപാദനത്തിന് പ്രസിദ്ധമാണ്. കർണാടകയില് ധാർവാർ, ബെല്ലാരി, ബെൽഗാവി, വടക്കൻ കാനം, ചിക്ക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്, തുമക്കുരു, ഇതും എന്തിനാണ്? മാംഗനീസ് ഉൽപാദനത്തിന് പ്രസിദ്ധമാണ്. ഇതൊക്കെ കർണാടകയിലെ സ്ഥലങ്ങളാണ്. മഹാരാഷ്ട്രയിൽ എത്തുമ്പോൾ നാഗ്പൂർ, ഭണ്ഡാര, രത്നഗിരി. മധ്യപ്രദേശിലോ ബാലഘട്ട്. എവിടെയാണ്? ബാലഘട്ട്, ചിന്ദ്വാരം, നിമാർ, മാണ്ഡല, ഛാബുവ, ഇതൊക്കെ എന്തിനാണ്? മാംഗനീസിന് പ്രസിദ്ധമാണ് ഉൽപാദനത്തില്. അപ്പം ഇരുമ്പയിര് പഠിച്ചു കഴിഞ്ഞ് അതായത് ധാതുക്കളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ച് ഉറപ്പിച്ച് സനിയെ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയ ശേഷം ഇരുമ്പയിരിനായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ ഇരുമ്പയിരുമായിട്ട് ബന്ധപ്പെട്ടത് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ ശേഷം കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തെടുത്ത് അടുത്തത് മാംഗനീസ് പഠിക്കുക. മാംഗനീസ് ഒക്കെ പഠിച്ച് മാറ്റിയ ശേഷം അടുത്ത എന്ത് വരിക? ക്രോമേറ്റിലേക്ക് വരിക കേട്ടോ. ഇനി അവിടെ ഒരു കാര്യം വിട്ടിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക, നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. മാംഗനീസ് നമ്മളെ ഏറ്റവും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചപ്പോൾ ഏതാ പറഞ്ഞ? മധ്യപ്രദേശ് അല്ലേ? എങ്കിലും മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. അതുപോലെ മാംഗനീസ് ഇറക്കുമതി ചെയ്യുന്നത് കൂടുതൽ ജപ്പാനാണ് കേട്ടോ. നമ്മുടെ ഇരുമ്പയിരും ജപ്പാൻ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത്. മാംഗനീസും അതുപോലെ ജപ്പാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്കയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ക്രോമേറ്റ് കേട്ടോ. നമ്മുടെ ഇന്ത്യയില് 96% കൂടുതലും ക്രോമേറ്റും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. നോക്കിക്കേ, ഇരുമ്പയിര്, ക്രോമേറ്റ് എവിടെയാണ്? ഒഡീഷയിലാണ്. ഇന്ത്യയില് എത്ര ശതമാനമാണ്? അപ്പൊ നോക്കിക്കേ, നമ്മളൊരു 100% വെച്ച് കണക്കാക്കുന്ന സമയത്തെ അതിൽ 96% എവിടെയാണ്? ഒഡീഷയിലാണ്. കർണാടകയാണ് രണ്ടാം സ്ഥാനത്ത് കേട്ടോ. ഒഡീഷ, കർണാടക കേട്ടോ. ക്രോമേറ്റില് ഒഡീഷ. അപ്പൊ മനസ്സിലാക്കുക, ഇരുമ്പയിരും ക്രോമേറ്റും ഒഡീഷയാണ് മുന്നിൽ എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കുറച്ച് പഠിച്ച് മാറ്റുക കേട്ടോ. അല്ലാതെ ഒറ്റ വീഡിയോ കൊണ്ട് ഇരുന്ന് ആദ്യം ഒന്ന് കാണുക, എന്നിട്ട് ഓരോരോ ഭാഗം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ക്രോമേറ്റിന്റെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഒഡീഷയാണ്, രണ്ടാം സ്ഥാനം കർണാടകയാണ്. ആ ഭാഗം ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് ചെമ്പ് കേട്ടോ. ചെമ്പ് നോക്കാം. ഏതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ദൈവമേ, അതേ അക്ഷരമുള്ളത് വന്നുല്ലേ, ചിലി. ചെമ്പ്, ചിലി. മാംഗനീസ് നമ്മൾ പറഞ്ഞു, മാംഗനീസ് അല്ലെ? ഏത് പറഞ്ഞു? മധ്യപ്രദേശ് പറഞ്ഞു. മാമ വെച്ചിട്ട് കണക്ട് ചെയ്തു. ചെമ്പ് ഏതാണ്? കാരണം ഇത് കറണ്ട് അഫെയർ ആണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഇപ്പൊ അപ്ഡേറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് എന്ത് ചെയ്യണ്ട, മാറ്റി പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്ത എക്സാമും ആയല്ലോ. ഇനി ചെമ്പ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ചാച്ച വെച്ചിട്ട് കണക്ട് ചെയ്യണേ, ചിലി കേട്ടോ. ചിലിയാണ്. ചെമ്പ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ് കേട്ടോ. ഒന്നാം സ്ഥാനം മധ്യപ്രദേശ്, രണ്ടാം സ്ഥാനം രാജസ്ഥാൻ, മൂന്നാം സ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ഏതാണ്? ജാർഖണ്ഡ്.
അപ്പോ നോക്കിക്കേ, ഇരുമ്പയിര് ക്രോമേറ്റ്, മുന്നിൽ ആരാണ്? ഒഡീഷ. ഇരുമ്പയിരും ക്രോമേറ്റും ഒഡീഷ. പഠിച്ചോ? ഇനി മാംഗനീസും ചെമ്പും ആരാണ്? ഒഡീഷ. മാംഗനീസ് ചെമ്പ് ആരാണ്? മധ്യപ്രദേശ് കേട്ടോ. മാംഗനീസ് ചെമ്പ് മധ്യപ്രദേശ്, ഇരുമ്പയിര് ക്രോമേറ്റ് മുന്നിൽ ഒഡീഷ. പഠിച്ചോ? ഇനി മധ്യപ്രദേശ് രണ്ടാം സ്ഥാനം ആരാണ്? രാജസ്ഥാനാണ്. മൂന്നാം സ്ഥാനം ജാർഖണ്ഡ് ആണ്. ഇനി ഈ ചെമ്പ് ഖനന മേഖലകളൊക്കെ നന്നായിട്ടൊന്നും പഠിച്ചു വെക്കുക. ചെമ്പ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് കേട്ടോ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ജാർഖണ്ഡില് സിംഗ്ബൻ ജില്ല ഏതിന് പ്രസിദ്ധമാണ്? ചെമ്പ് ഉൽപാദനത്തില്. മധ്യപ്രദേശിലെ മലഞ്ചൻഗഡ്, രാജസ്ഥാനില് ചുൻചുൻ അൽവാർ ജില്ല, ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലുള്ള അഗ്നികുണ്ഡല, കർണാടകയിലെ ചിത്രദുർഗ് ഹാസൻ, തമിഴ്നാട്ടില് സൗത്ത് ആർക്കോട്ട് ജില്ല കേട്ടോ. ഒന്ന് വായിച്ചു വെക്കുക. അതൊക്കെ ഇപ്പൊ കാണാണ്ട് പഠിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഏതൊക്കെയാണ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത്, ഏതൊക്കെ രാജ്യമാണ്, എന്താണ് അതിന്റെ പ്രത്യേകത, ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത് എന്നൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം നമ്മൾ ഏത് പറഞ്ഞു? മധ്യപ്രദേശ് എന്ന് പറഞ്ഞു അല്ലെ. ചെമ്പ് ഉൽപാദനത്തില് ഏറ്റവും ഏതാണ്? മധ്യപ്രദേശാണ്. എത്ര ശതമാനമാണ് നോക്കിക്കേ? 56.83% ചെമ്പ് ആര് ഉൽപ്പാദിപ്പിക്കുന്നത്? മധ്യപ്രദേശ് എന്ന സംസ്ഥാനം ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ. 56.83%. രണ്ടാം സ്ഥാനം ആര് പറഞ്ഞു? രാജസ്ഥാൻ പറഞ്ഞു അല്ലെ. നമ്മൾ രണ്ടാം സ്ഥാനം രാജസ്ഥാൻ ഉണ്ട്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. പഠിച്ചല്ലോ. അതും ഏത് കണക്ക് പ്രകാരമാണ്? 2022 2023 റിപ്പോർട്ട് പ്രകാരമാണ് കേട്ടോ. 2022 2023 റിപ്പോർട്ട് പ്രകാരമാണ്. ഇനി നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പുഖനി ഏതാണ്? ഗേത്രി കേട്ടോ. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഗേത്രി ചെമ്പുഖനി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കാറുണ്ട്. രാജസ്ഥാനിലാണ് കേട്ടോ. രാജസ്ഥാനിലെ ഏറ്റവും വലിയ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പുഖനി ഏതെന്ന് ചോദിച്ചാൽ ഗേത്രിയാണ്. എവിടെയാണ്? രാജസ്ഥാനിലാണ്. പിന്നെ മറ്റേ ഇന്ത്യയിലെ കുറച്ച് ചെമ്പുഖനികളൊക്കെ നോക്കി പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഒന്ന് നമ്മൾ പറഞ്ഞു ഗേത്രി, രാജസ്ഥാൻ പറഞ്ഞു. പിന്നെ മലഞ്ച്, അതും എന്തിനാണ്? ചെമ്പുഖനിയാണ് കേട്ടോ. മലഞ്ച് ഗണ്ട് എന്ന് പറയും. മലഞ്ച് ഗണ്ട് നമ്മളിത് ഇവിടെ ബോക്സിലുണ്ടല്ലോ, ബോക്സിലുണ്ട്. മലഞ്ച് ഗണ്ട് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. പിന്നെ ഉത്തരാഖണ്ഡിലുള്ളതാണ് കേട്ടോ. ഇവിടെ ജാർഖണ്ഡിലുള്ളതാണ്. ജാർഖണ്ഡിലുള്ളതും പഠിക്കുക. ജാർഖണ്ഡിൽ ഇവിടെ നമ്മൾ സിംഗ്ബം പറയുന്നുണ്ട് അല്ലെ. അതുപോലെ നോക്കിക്കേ കെൻഡാദിഹ് അല്ലെ. എന്താണ് ഇതിന്റെ പേര്? കെൻഡാദിഹോ ആണ് കേട്ടോ. അത് എവിടെയാണ്? ജാർഖണ്ഡിലാണ് കേട്ടോ. ഇതൊക്കെ എന്താണ്? ചെമ്പ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഓക്കെ, ഈ ചെമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? ചെമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? നമ്മളിപ്പോ നേരത്തെ മാംഗനീസ് പഠിച്ചപ്പോ പറഞ്ഞു ഇരുമ്പുരുക്ക് വ്യവസായത്തില് അതില് എന്താണ് സങ്കരലോഹങ്ങൾ, ഇരുമ്പുരുക്ക് വ്യവസായം അല്ലെ, ഇരുമ്പുരുക്കില് സങ്കരലോഹം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് മാംഗനീസ് ചേർക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ ചെമ്പ് എന്തിനു ഉപയോഗിക്കുക? വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായിട്ട് ഉപയോഗിക്കുന്ന ലോഹമാണ് ഇത് ചെമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ക്രോമേറ്റും ചെമ്പും ഒക്കെ ആയോ? ഇനി നമ്മള് അടുത്തത് ബോക്സൈറ്റ് കേട്ടോ. അലുമിനിയത്തിന്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റിനെ കുറിച്ച് പഠിക്കാം. അലുമിനിയത്തിന്റെ അയിരാണ് ഏത്? ബോക്സൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ഇന്ത്യൻ പ്രദേശമാണ് കാലഹന്ദി, കോരാപുത്ത് കേട്ടോ. ഒഡീഷയിലാണ് കേട്ടോ. അലുമിനിയത്തിന്റെ ഏറ്റവും കൂടുതൽ അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള ഇന്ത്യയിൽ എവിടെയാണ്? കാലഹന്ദി, കോരപ്പുത്ത് എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷയാണ് ഏറ്റവും വലിയ ബോക്സൈറ്റ് ഉൽപാദക സംസ്ഥാനം കേട്ടോ. എന്തൊക്കെ വന്നു അല്ലേ? എന്താണ്? ഇരുമ്പയിര് വന്നു, ക്രോമേറ്റ് വന്നു, പിന്നെ ഏത് വന്നു? ഇപ്പോ ബോക്സൈറ്റ് വന്നു കേട്ടോ. പഠിച്ചു മാറ്റണേ. ഇരുമ്പയിര്, ക്രോമേറ്റ്, നമ്മൾ പിന്നെ ഏതാ പറഞ്ഞത്? ബോക്സൈറ്റും പറഞ്ഞു അല്ലെ. 3 വന്നു. മാംഗനീസ് നമ്മൾ അവിടെ പറഞ്ഞു മധ്യപ്രദേശാണെന്ന് പറഞ്ഞു അല്ലെ. ഇനി ഒഡീഷയാണ് 1ാം സ്ഥാനത്ത് കേട്ടോ. ഏറ്റവും വലിയ ബോക്സൈറ്റ് ഉൽപാദക സംസ്ഥാനം ഒഡീഷയാണ്. 2022 2023 റിപ്പോർട്ട് പ്രകാരം ഒഡീഷയാണ് 100% എന്നാ പറയുന്നത് കേട്ടോ. പക്ഷെ 21 22 റിപ്പോർട്ട് പ്രകാരം, അതിന്റെ മുന്നത്തെ റിപ്പോർട്ട് പ്രകാരം ഒഡീഷ നമ്മൾ 73.13% പറയുന്നത്. പക്ഷെ 2022 21 22
പക്ഷെ 22-23 എത്തിയപ്പോ ഒഡീഷയാണ് 100% എന്നാണ് ഖനി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം. പിന്നെ ബോക്സൈറ്റ് നിക്ഷേപത്തിൽ ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചോ കേട്ടോ. ഒഡീഷയാണ് 1ാം സ്ഥാനം, ഗുജറാത്ത് 2ാം സ്ഥാനം, 3ാം സ്ഥാനം ജാർഖണ്ഡ്, 4ാം സ്ഥാനം ഛത്തീസ്ഗഡ്, 5ാം സ്ഥാനം മഹാരാഷ്ട്ര, 6ാം സ്ഥാനം മധ്യപ്രദേശ്. അപ്പൊ ഈ ഒരു 4 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. ഓർഡർ ആയിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഈ 5ൽ കയറിയൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഒഡീഷ, ഗുജറാത്ത്, അത് ഇങ്ങനെ ഓരോന്ന് പഠിക്കുമ്പോൾ ഇന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സെലക്ട് ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഇരുമ്പയിര്, ക്രോമൈറ്റ്, ബോക്സൈറ്റ്, ഒഡീഷ, അങ്ങനെ പഠിക്കുക കേട്ടോ. പിന്നെ മാംഗനീസ് വെച്ചിട്ട് കണക്കാക്കുക. മധ്യപ്രദേശാണ് മുന്നിൽ. അങ്ങനെ പഠിച്ചു വെക്കുക. ഇനി നോക്കിക്കോ, ബോക്സൈറ്റിന്റെ ഉൽപാദകം ഉള്ള സംസ്ഥാനങ്ങള് അത് എവിടെയൊക്കെയാണെന്നുള്ളത്. ഒഡീഷയിൽ എവിടെയാണ്? കാലാഹന്ദിയിൽ നമ്മളത് പറഞ്ഞു. സാമ്പൽപൂർ, ബൊലാംഗീർ, കൊരാപുട്ട്. പിന്നെ ഗുജറാത്തില് ഭാവനഗർ, ജാംനഗർ. ഛത്തീസ്ഗഡിലെ അമർകണ്ടക് പീഠഭൂമിയിൽ കേട്ടോ. ഛത്തീസ്ഗഡിലെ അമർകണ്ടക് പീഠഭൂമിയിൽ ബോക്സൈറ്റിന്റെ ഉൽപാദനമുണ്ട്. മധ്യപ്രദേശിൽ എവിടെയാണ്? കട്നി, ജബൽപൂർ മേഖല, ബാലഘട്ട്. മഹാരാഷ്ട്രയില് കൊളാബ, താനെ, രത്നഗിരി, സത്താറ, പൂനെ, കൊൽഹാപൂർ. അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കുക. ബോക്സൈറ്റ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? വിമാനം, അതുപോലെ വൈദ്യുത ഉപകരണങ്ങള്, അതുപോലെ ഗാർഹിക ഉപകരണങ്ങള് ഇതിലൊക്കെ നിർമ്മിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നത്? ബോക്സൈറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്കിനി അടുത്ത സ്വർണം. നമ്മൾ ലോഹധാതുക്കളിൽ ഇരുമ്പിന്റെ അംശമുള്ള ഇരുമ്പയിരിനെ കുറിച്ചിട്ടും ക്രോമൈറ്റിനെ കുറിച്ചിട്ടും മാംഗനീസിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അലോഹധാതുക്കളായിട്ടുള്ള ലോഹധാതുക്കൾ തന്നെ ഇരുമ്പിന്റെ അംശമില്ലാത്തതിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. സ്വർണം അല്ലെ? സ്വർണത്തിൽ ഇരുമ്പിന്റെ അംശമുണ്ടോ? ഇല്ല. അപ്പൊ സ്വർണം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് അല്ലെ? അത് നമുക്ക് അറിയാവുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സ്വർണം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. 2ാം സ്ഥാനം ജാർഖണ്ഡ് ആണ്. ഇനി 2022-23 ഖനന മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം കർണാടക എത്രയാണെന്നറിയോ? 99.07% ആരാണ് ഉത്പാദിപ്പിക്കുന്നത്? സ്വർണം ഉത്പാദനത്തിൽ കർണാടകയാണ് മുന്നിൽ. ജാർഖണ്ഡ് വെറും 0. എത്രയാണ്? ബാക്കിയുള്ളത് എത്രയാണ്? 93%. ബാക്കി സംസ്ഥാനങ്ങളിലൊന്നും എന്തില്ല? സ്വർണം ഉത്പാദനം ഇല്ല എന്ന് മനസ്സിലാക്കുക. കർണാടകയും ജാർഖണ്ഡും കണ്ടോ. കർണാടക 99.07%. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്വർണ്ണഖനികൾ ഏതൊക്കെയാണ്? കോലാർ സ്വർണ്ണഖനി കർണാടക കേട്ടോ. കോലാർ സ്വർണ്ണഖനി. കോലാർ എന്തിന് പ്രസിദ്ധം എന്ന് ചോദിച്ചാൽ സ്വർണത്തിനാണ്. കോലാർ സ്വർണ്ണഖനി കർണാടക. ഹട്ടി സ്വർണ്ണഖനി കർണാടക. രാംഗിരി സ്വർണ്ണഖനി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ എവിടെയാണ്? അനന്തപൂർ ജില്ലയിലാണ് രാംഗിരി. അപ്പൊ കോലാർ, ഹട്ടിയൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. കോലാർ, ഹട്ടി എന്തിന് പ്രസിദ്ധമാണ്? സ്വർണത്തിന് പ്രസിദ്ധമാണ്. എവിടെയാണ് സംസ്ഥാനം? കർണാടകയിലാണ്. ഇനി ഇന്ത്യയിലെ ഏക വജ്രഖനിയാണ്. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. വജ്രഖനിയാണ് പന്ന വജ്രഖനി. പന്ന കേട്ടോ. പന്ന എന്തിന് പ്രസിദ്ധമാണെന്ന് ചോദിച്ചിട്ടുണ്ട്? വജ്രത്തിനാണ് കേട്ടോ. എവിടെയാണ് പന്ന വജ്രഖനി? എവിടെയാണ്? മധ്യപ്രദേശിലാണ് കേട്ടോ. മധ്യപ്രദേശിലാണ് പന്ന വജ്രഖനി, മധ്യപ്രദേശത്ത്. പ്രശസ്തമായ കിംബർലി വജ്രഖനി എവിടെയാണ്? കിംബർലി, അത് ദക്ഷിണാഫ്രിക്കയിലാണ് കേട്ടോ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് ATM നിലവിൽ വന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഗോൾഡിനും കൂടി ATM അല്ലെ? പൈസയ്ക്ക് മാത്രമല്ല, വെള്ളത്തിന് ATM എന്തിനൊക്കെയാണ് ATM കൊണ്ടുവരുന്നത്? ഗോൾഡ് ATM വന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. നമ്മുടെ 2020 ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണശേഖരം കണ്ടെത്തിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് കേട്ടോ. നമ്മുടെ ഉത്തർപ്രദേശില് 2020 കേട്ടോ. 2020 ഉത്തർപ്രദേശിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ഇന്ത്യയില് ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരം കണ്ടെത്തിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ സോൻഭദ്ര ജില്ലയിൽ കേട്ടോ. സോൻഭദ്ര ജില്ലയിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണഖനി ആരംഭിക്കാൻ പോകുന്നത് ജോനഗിരിയാണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഞാൻ അതവിടെ ശ്രദ്ധിച്ചില്ല. UP സോൻഭദ്രയിലാണ് 2020 ഏറ്റവും കൂടുതൽ സ്വർണ്ണശേഖരം കണ്ടെത്തിയത്. അതുപോലെ ജോനഗിരി കേട്ടോ. ജോനഗിരി കുർണൂർ ജില്ല എവിടെ? ആന്ധ്രാപ്രദേശ്. ഇവിടെയാണ് ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പോണ്ട്? ആരംഭിച്ചിട്ടില്ല, ആരംഭിക്കാൻ പോകുകയാണ്. സ്വകാര്യ സ്വർണ്ണഖനി കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ
സ്വകാര്യ സ്വർണഖനി എവിടെയാണ്? ജോന്നഗിരി, കുർണൂൽ ജില്ല, ആന്ധ്രാപ്രദേശ്. നമുക്ക് സ്വർണം കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളിയിലേക്ക് പോകാം കേട്ടോ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വെള്ളി ഉൽപാദക സംസ്ഥാനങ്ങളാണ്. വെള്ളി ഉൽപാദനത്തിൽ നമ്മൾ സ്വർണം കർണാടകയ്ക്ക് പോയില്ലേ, അങ്ങനെ വെള്ളി ഏതാണ്? രാജസ്ഥാൻ, രണ്ടാം സ്ഥാനം ജാർഖണ്ഡ്, മൂന്നാം സ്ഥാനം കർണാടക, നാലാം സ്ഥാനം ആന്ധ്രാപ്രദേശ് കേട്ടോ. രാജസ്ഥാനിലെ സവാർ കേട്ടോ. രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജസ്ഥാനിലെ ഖനി ഏതെന്ന് ചോദിച്ചാൽ സവാർ ഖനിയാണ് കേട്ടോ. സവാർ ഖനി രാജസ്ഥാനിലെ എവിടെയാണ് സവാർ ഖനി? ഉദയ്പൂർ കേട്ടോ. ഉദയ്പൂരിലാണ് സവാർ ഖനി. എന്തിനാണ് പ്രസിദ്ധം സവാർ ഖനി? വെള്ളി. വെള്ളിക്കാണ് രാജസ്ഥാനിലെ സവാർ ഖനി. വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജസ്ഥാനിലെ ഖനി ഏത് ചോദിച്ചാൽ സവാർ ഖനി. വെള്ളി പ്രധാനമായിട്ട് എന്തിനൊക്കെ ഉപയോഗിക്കും? എന്തിനൊക്കെയാണ് വെള്ളി ഉപയോഗിക്കുക? ആഭരണങ്ങൾ നിർമ്മിക്കാൻ അല്ലെ, ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കും. പിന്നെയോ ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് അല്ലെ, ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് ഉപയോഗിക്കും. പിന്നെ എന്തിനു ഉപയോഗിക്കും? ഫോട്ടോഗ്രഫി. എന്തിനാണ്? ഫോട്ടോഗ്രഫിക്കും ഉപയോഗിക്കുന്നത് കേട്ടോ. അതൊക്കെ എന്തിനു ഉപയോഗിക്കാനാണ്? വെള്ളി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടക, ആന്ധ്രാപ്രദേശ് വെള്ളി ഉൽപാദനത്തിൽ രാജസ്ഥാനിലെ സവാർ ഖനിയാണ് ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇനി നമ്മൾ അതിൽ പറഞ്ഞു മറ്റു ധാതുക്കൾ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് പേജിൽ തന്നെ മറ്റു ധാതുക്കൾ എന്തുണ്ടായിരുന്നു? ഏതൊക്കെയാണ് ഈ മറ്റു ധാതുക്കള്? സിങ്ക് ഒന്ന് പഠിച്ചേ. സിങ്ക്. സിങ്ക് പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത് നമ്മൾ നേരത്തെ സവാർ ഖനി പറഞ്ഞില്ലേ, ഇവിടെ വെള്ളി, ആ സവാർ ഖനിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സിങ്ക് പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത് രാജസ്ഥാനിലെ ഉദയ്പൂരുള്ള സവാർ ഖനിയിൽ നിന്നുമാണ്. ഇനി ടങ്സ്റ്റന്റെ പ്രധാനപ്പെട്ട അയിരാണ് ഏത്? വുൾഫ്രം അല്ലെ. ടങ്സ്റ്റൺ പ്രീവിയസ് ആണ് കേട്ടോ. ടങ്സ്റ്റന്റെ അയിര് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ടങ്സ്റ്റന്റെ പ്രധാനപ്പെട്ട അയിരാണ് ഏത്? വുൾഫ്രം എന്ന് പറയുന്നത്. ഈ വുൾഫ്രം എവിടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്? ടങ്സ്റ്റന്റെ അയിരായ വുൾഫ്രം കണ്ടിട്ടുള്ളത് രാജസ്ഥാനിലെ ദിഘാന എന്ന സ്ഥലത്തും പശ്ചിമ ബംഗാളിലെ ചെന്തുപാത്തീർ എന്ന സ്ഥലത്തും പിന്നെ ചെന്തുപാത്തീർ എന്ന സ്ഥലങ്ങളായിട്ടാണ് വുൾഫ്രം നിക്ഷേപം പ്രധാനമായിട്ടും ഉള്ളത്. രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ. രാജസ്ഥാനിൽ എവിടെയാണ്? ദിഘാന. പശ്ചിമ ബംഗാളിൽ എവിടെയാണ്? ചെന്തുപാത്തീർ. ഇനി നിക്കൽ അല്ലെ. മറ്റു ധാതുക്കളിൽ പഠിച്ചത് ഇപ്പൊ സിങ്ക് പഠിച്ചു, വുൾഫ്രം ടങ്സ്റ്റൻ ഡൈലായ വുൾഫ്രത്തെ കുറിച്ച് നോക്കി. ഇനി അടുത്തത് മറ്റു ധാതുക്കളിൽ വരുന്നതാണ് ഏത്? നിക്കൽ അല്ലെ. നിക്കലിന്റെ നിക്ഷേപം കൂടുതലുള്ളതും ഒഡീഷയിലാണ്. അപ്പൊ ഏകദേശം ഒക്കെ ആരാണ് കൈക്കലാക്കിയിരിക്കുന്നത്? ഒഡീഷയാണ് അല്ലെ. നിക്കലിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളതും എവിടെയാണ്? ഒഡീഷ. ഇന്ത്യയിലെ നിക്കൽ നിർമ്മാണശാല ആരംഭിച്ചത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്, ജാർഖണ്ഡ് ആണ് കേട്ടോ. നിക്കൽ നിർമ്മാണശാല ആരംഭിച്ചത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് എവിടെയാണ്? ജാർഖണ്ഡ്. അടുത്ത് നമുക്ക് അലോഹ ധാതുക്കൾ ഏതൊക്കെയാന്ന് നോക്കാം അല്ലെ. അലോഹ ധാതുക്കൾ വരുമ്പോ ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവ അല്ലെ. അതില് ഏതൊക്കെയാണ്? അബ്രം, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്, ഫോസ്ഫൈറ്റ് ഇതൊക്കെ എന്താണ്? അലോഹ ധാതുക്കൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അബ്രത്തിന്റെ മറ്റൊരു പേരാണ് ഏത്? മൈക്ക എന്നുള്ളത് കേട്ടോ. അബ്രം, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്, ഫോസ്ഫേറ്റ് ഒക്കെ എന്താണ്? അലോഹ ധാതുക്കൾക്ക് ഉദാഹരണമാണ്. ഇനി അബ്രത്തെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അല്ലെങ്കിൽ അബ്രം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ രാജ്യത്ത് വെച്ച് കണക്കാക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക്. അത് ഏതിൽ മാത്രമേ ഉള്ളൂ? അബ്രത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ത്യയില് ലോകത്തെ ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഇലക്ട്രിക് വ്യവസായത്തിലെ ഒരു പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് ഏത്? മൈക്ക അല്ലെങ്കിൽ അബ്രം കേട്ടോ. ഏതിലാണ്? ഇലക്ട്രിക് വ്യവസായത്തിലെ ഒരു പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് മൈക്ക. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ അതുപോലെ ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ധാതുവും ഏത് തന്നെയാണ്? അബ്രം. അപ്പൊ ഇലക്ട്രിക് വ്യവസായത്തില് എന്ന് പറയുമ്പോ കറണ്ട് കേട്ടോ, വൈദ്യുതി അതിൽ ആലോചിക്കുക. അതിലാണ് അബ്രം ഉപയോഗിക്കുന്നത്. ജാർഖണ്ഡ് കേട്ടോ. ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലെ 90% മൈക്കയും ഉൽപ്പാദിപ്പിക്കുന്നത്. 90% മൈക്കയും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഫസ്റ്റ് ആരാണ്? ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ. ഇനി അബ്രം ഖനന മേഖലകൾ ഒന്ന് പരിചയപ്പെടുക. സംസ്ഥാനവും പ്രധാനപ്പെട്ട ഖനന മേഖലകൾ ഏതൊക്കെയാ നോക്കാം. ജാർഖണ്ഡിലെ ഹസാരിബാഗ് പീഠഭൂമി ഏതിനാണ്? അവിടെ അബ്രം ഖനനം ചെയ്യുന്ന മേഖലയാണ്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂര്, രാജസ്ഥാനിലെ ജയ്പൂർ മുതൽ ബിൽവാര വരെ ഉദയ്പൂര്, കർണാടകയില് മൈസൂര്,
ഹസൻ ജില്ലയില്. തമിഴ്നാടിലോ കോയമ്പത്തൂര്, തിരുച്ചിറപ്പള്ളി, മധുര, കന്യാകുമാരി ജില്ല. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ല. പശ്ചിമ ബംഗാളിലോ പുരുലിയ, ബാൻപുറ ജില്ല. ഇതൊക്കെ എന്താണ് അഭ്രം ഖനന മേഖലകളാണ്. നെക്സ്റ്റ് ചുണ്ണാമ്പ് കല്ല് കേട്ടോ. നമ്മൾ കുറച്ച് അലോഹധാതുക്കൾ പഠിച്ചില്ലേ, അഭ്രം, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ. അതിൽ നമ്മൾ അഭ്രം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഏതാ പഠിക്കുന്നത്? ചുണ്ണാമ്പ് കല്ലാണ് കേട്ടോ. സിമന്റ് വ്യവസായത്തിലെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് കേട്ടോ. സിമന്റ് വ്യവസായത്തിൽ അഭ്രം ഇത് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് വ്യവസായം പറഞ്ഞു. ചുണ്ണാമ്പ് കല്ലാകുമ്പോ എവിടെയാണ്? സിമന്റ് വ്യവസായത്തിലെ അസംസ്കൃത വസ്തുവാണ് ചുണ്ണാമ്പ് കല്ല്. ഒന്നാം സ്ഥാനം ചുണ്ണാമ്പ് കല്ല് ഉൽപാദനത്തില് ആരാണ്? മധ്യപ്രദേശാണ്. ചുണ്ണാമ്പ് കല്ല് ഉൽപാദനത്തില് ഫസ്റ്റ് മധ്യപ്രദേശ്, രണ്ടാം സ്ഥാനം രാജസ്ഥാൻ, മൂന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശ്, നാലാം സ്ഥാനം ഛത്തീസ്ഗഡ്, അഞ്ചാം സ്ഥാനം കർണാടക, ആറാം സ്ഥാനം ഗുജറാത്ത്, ഏഴാം സ്ഥാനം തമിഴ്നാട്, എട്ടാം സ്ഥാനം തെലങ്കാന. അപ്പൊ നിങ്ങൾ 8 സ്ഥാനം ഒന്നും പഠിക്കണ്ട, ഒരു 4 സ്ഥാനം വരെ എന്ത് ചെയ്യാ? പഠിച്ചു വെക്കുക കേട്ടോ. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ് ചുണ്ണാമ്പ് കല്ലിന് പ്രസിദ്ധമാണ്. ഇനി ചുണ്ണാമ്പ് കല്ലിൽ തന്നെ 10% കൂടുതൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് ഏതിലാണ്? ഡോളമൈറ്റിലാണ് കേട്ടോ. 10% കൂടുതൽ ചുണ്ണാമ്പ് കല്ലില് 10% കൂടുതൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് ഏതിലാണ്? ഡോളമൈറ്റിലാണ് കേട്ടോ. ഡോളമൈറ്റിലാണ്. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ലിന്റെ റിസർവുകളുള്ള സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. ചുണ്ണാമ്പ് കല്ല് ഉൽപാദനം നമ്മൾ പറഞ്ഞു മധ്യപ്രദേശ്, രണ്ടാം സ്ഥാനം രാജസ്ഥാൻ എന്നൊക്കെ പഠിച്ചു. പക്ഷെ ചുണ്ണാമ്പ് കല്ലിന്റെ റിസർവ്, ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ലിന്റെ റിസർവുകൾ ഉള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കർണാടകയാണ്. ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ലിന്റെ റിസർവുകളുള്ള സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. 2021-22 ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസിന്റെ റിപ്പോർട്ട് പ്രകാരം. ഇനി ഡോളമൈറ്റ് കേട്ടോ. ഡോളമൈറ്റ് എന്താണ്? ഒഡീഷയിലെ ബിർമിഥാപൂരിലാണ് ഡോളമൈറ്റ് ഉൽപാദനത്തിന് പ്രസിദ്ധമായ സ്ഥലം. അല്ലെ, ഒഡീഷ വിട്ട് കളിയില്ല അല്ലെ. ഒഡീഷയിലെ ബിർമിഥാപൂരിലാണ് ഡോളമൈറ്റ് ഉൽപാദനത്തിന് പ്രസിദ്ധമായ സ്ഥലം. നമ്മുടെ ചുണ്ണാമ്പ് കല്ലില് എത്ര ശതമാനം? 10% കൂടിയ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് ഏതിലാണ്? ഡോളമൈറ്റിലാണ്. പിന്നെ ഇത് എന്താണ്? ഓക്കെ, ഇതൊന്ന് ഡോളമൈറ്റിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ഊർജ വിഭവങ്ങളെ കുറിച്ച് നോക്കാം കേട്ടോ. ധാതുക്കളിൽ തന്നെ വരുന്നതാണ് ഊർജ വിഭവങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കൽക്കരി, പെട്രോളിയം എന്നൊക്കെ പറഞ്ഞല്ലോ. അതില് ആദ്യം എന്ത് പഠിക്കാം? നമുക്ക് കൽക്കരിയെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. കൽക്കരി, നമ്മുടെ കൽക്കരി ഉൽപാദനത്തില് ലോകത്തില് 1-ാം സ്ഥാനം ചൈനയാണ്, 2-ാം സ്ഥാനം നമ്മുടെ ഇന്ത്യയാണ്, 3-ാം സ്ഥാനം USA ആണ് കേട്ടോ. കൽക്കരി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ചൈന, 2-ാം സ്ഥാനം നമ്മുടെ ഇന്ത്യ, 3-ാം സ്ഥാനം അമേരിക്കയാണ്. അത് ആ ഭാഗം ഒക്കെ ആയല്ലോ. ഇനി നമ്മുടെ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഊർജത്തിന്റെ എത്ര ശതമാനമാണ് കൽക്കരിയിൽ നിന്ന് ലഭിക്കുന്നത്? നമ്മുടെ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഊർജത്തിന്റെ 65% ഏതിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കൽക്കരിയിൽ നിന്നാണ് കേട്ടോ. കൽക്കരിയിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള 65% ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഏതിൽ നിന്നാണ്? കൽക്കരിയിൽ നിന്നാണ്. ഇന്ത്യയിൽ കൽക്കരി മുഖ്യമായിട്ടും കാണപ്പെടുന്ന ശിലാപാളികൾ ഏതൊക്കെയാണ്? കൽക്കരി കാണപ്പെടുന്ന ശിലാപാളികള് ഗോണ്ട്വാന നിക്ഷേപങ്ങളിലും തൃതീയ നിക്ഷേപങ്ങളിലുമായിട്ടാണ് കൽക്കരി കൂടുതലായിട്ടും കാണപ്പെടുന്ന ശിലാപാളികൾ. ഏതൊക്കെ ശിലാപാളികളിലാണ്? ഗോണ്ട്വാന നിക്ഷേപങ്ങളിലും തൃതീയ നിക്ഷേപങ്ങളിലുമാണ്. ഇനി 95% കാർബൺ അടങ്ങിയിരിക്കുന്ന ആന്ത്രാസൈറ്റ് കൽക്കരി കാണപ്പെടുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു ആൻഡ് കാശ്മീർ. നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ കാണപ്പെടുന്ന കൽക്കരിയില് എത്രയാണ്? 95% എന്താണ്? ആന്ത്രാസൈറ്റ് ആണ്. എന്താണ്? ആന്ത്രാസൈറ്റ് ആണ്. ആ കൽക്കരി കാണപ്പെടുന്നത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഇനി കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 1-ാം സ്ഥാനം പശ്ചിമ ബംഗാൾ, 2-ാം സ്ഥാനം ജാർഖണ്ഡ്, 3-ാം സ്ഥാനം ഛത്തീസ്ഗഡ്, 4-ാം സ്ഥാനം ഒഡീഷ, 5-ാം സ്ഥാനം ആന്ധ്രാപ്രദേശ്. പിന്നെ നമ്മുടെ 70% ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 70% കൽക്കരിയും എവിടെ നിന്നാണ്?
ജാർഖണ്ഡിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും ഒഡീഷയിൽ നിന്നാണ്. ഇനി കൽക്കരി നിക്ഷേപത്തിന് മുന്നിൽ ജാർഖണ്ഡാണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ പഠിച്ചത് ഉൽപാദനത്തിലാണ്. നമ്മുടെ കൽക്കരി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആര് വരണം? പശ്ചിമ ബംഗാൾ വരണം കേട്ടോ. പശ്ചിമ ബംഗാളാണ് കൽക്കരി നിക്ഷേപത്തില് 1ാം സ്ഥാനം. 2ാം സ്ഥാനം ജാർഖണ്ഡ്, 3ാം സ്ഥാനം ഛത്തീസ്ഗഡ്, 4ാം സ്ഥാനം ഒഡീഷ, 5ാം സ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ഇനി 70% കൽക്കരിയും എവിടെയാണ്? ജാർഖണ്ഡിലും ഒഡീഷയിലും അതുപോലെ ഛത്തീസ്ഗഡിലാണ് കേട്ടോ. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ തന്നെ 70%-ഓളം എന്ത് ചെയ്യുന്നുണ്ട്? ഉൽപാദനം നടത്തുന്നുണ്ട്. ഇനി ഇന്ത്യയില് കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡാണ്. അവിടെ പശ്ചിമ ബംഗാൾ വരില്ല. ഉൽപാദനത്തിലാണ് ഫസ്റ്റ് പശ്ചിമ ബംഗാൾ വരിക, പക്ഷെ നിക്ഷേപത്തിൽ ഫസ്റ്റ് വരുന്നത് ആരാണ്? ജാർഖണ്ഡാണ്. ഇനി പ്രധാനപ്പെട്ട കൽക്കരി ഖനികളാണ് ചാറിയ. ഏതാണ്? ചാറിയ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കൽക്കരി ഖനികൾ ഏതൊക്കെയാണ്? ചാറിയ, ബൊക്കാറോ, റാണിഗഞ്ച്, കോർബ, താൽച്ചർ. ചാറിയ, ബൊക്കാറോ, റാണിഗഞ്ച്, കോർബ, താൽച്ചർ ഇതൊക്കെ കൽക്കരി ഖനികളാണ്. ഏറ്റവും വലിയ കൽക്കരി ഖനിയാണ് ചാറിയ, ജാർഖണ്ഡിലാണ്. ഏറ്റവും പഴയ കൽക്കരി ഖനിയാണ് റാണിഗഞ്ച്, പശ്ചിമ ബംഗാളാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്നും PSCക്ക് ഈ ഭാഗം ചോദിക്കാത്ത മേഖലയില്ല. കൽക്കരി ഖനികളില് ഏറ്റവും വലിയ കൽക്കരി ഖനി ചാറിയും ഏറ്റവും പഴയത് ആദ്യത്തേത് ഏതാണ്? റാണിഗഞ്ച് ആണ്. പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ പഠിച്ചല്ലോ. ഇനി ഇന്ത്യയുടെ പഴയ കൽക്കരി ഖനി റാണിഗഞ്ചാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാട ചാറിയ അല്ലെ, ധൻബാദ്, ജാർഖണ്ഡിലെ ധൻബാദിലാണ്. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? ധൻബാദ്, ജാർഖണ്ഡ് ആണ്. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ കോൾ ബ്ലോക്ക്, ഏഷ്യയിലെ ഏറ്റവും വലിയ കോൾ ബ്ലോക്ക് ഏതാണ്? ഡിയോച്ച പച്ചാമി കോൾ ബ്ലോക്ക് കേട്ടോ. ഡിയോച്ച പച്ചാമി ഏതാണ്? കോൾ ബ്ലോക്ക് ആണ്. പശ്ചിമ ബംഗാളിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോൾ ബ്ലോക്ക് ആണ്. ഇനി ബിറ്റുമിനസ്, കൽക്കരിയില് കാർബണിന്റെ അളവ് എത്രയാണ്? നമ്മുടെ കൽക്കരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ് ഇതൊക്കെ അടങ്ങിയതാണ് കൽക്കരികൾ എന്ന് പറയുന്നത്. അതില് ഈ ബിറ്റുമിനസ് 40%-ത്തും 80% എന്താണ്? ബിറ്റുമിനസ് കൽക്കരിയില് കാർബണിന്റെ അളവ് എത്രയാണ്? 40% മുതൽ 80% വരെയാണ് ബിറ്റുമിനസ് കൽക്കരിയില് ഏതിന്റെ അളവ്? കാർബണിന്റെ അളവ്. കാർബണിന്റെ അളവ്. ഇനി ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലിഗ്നൈറ്റ് ആണ് കേട്ടോ. ലിഗ്നൈറ്റ് ആണ്. ഈ ലിഗ്നൈറ്റിന് എന്താണ്? ഇന്ധനക്ഷമത കുറവാണ്. തമിഴ്നാടാണ് ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. അപ്പൊ ഏഷ്യയിലെ ഏറ്റവും വലിയ കോൾ ബ്ലോക്ക് ഏതെന്ന് ചോദിച്ചാൽ ഡിയോച്ച പച്ചാമി കോൾ ബ്ലോക്ക് പശ്ചിമ ബംഗാളാണ്. ബിറ്റുമിനസ് എന്ന കൽക്കരിയില് 40% മുതൽ 80% വരെയാണ് കാർബണിന്റെ അളവ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. ഇന്ധനക്ഷമത കുറവാണ് ലിഗ്നൈറ്റിന്. ലിഗ്നൈറ്റിന്റെ ഉൽപാദനം ഏറ്റവും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. പിന്നെയോ തമിഴ്നാട്ടിലെ ജയൻ കൊണ്ടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഏതിന്റെ പേരാണ് പ്രസിദ്ധം? ഈ ലിഗ്നൈറ്റ് കൊണ്ടാണ് പ്രസിദ്ധമായത് കേട്ടോ. ജയൻ കൊണ്ടം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഏതുകൊണ്ടാണ് പ്രസിദ്ധമായത്? ലിഗ്നൈറ്റ് കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് തമിഴ്നാട്ടിലെ ജയൻ കൊണ്ടം. ഇനി നംപുക് കൽക്കരി ഖനി എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. നംപുക് കൽക്കരി ഖനി എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ഇനി കൽക്കരി ഖനനം ചെയ്യുന്ന പ്രധാനപ്പെട്ട മേഖലകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. മധ്യപ്രദേശില് സിംഗ്രൌളിയിലും, പിന്നെ ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷ താൽച്ചർ, റാംപൂർ, മഹാരാഷ്ട്ര ചന്ദവാർദ, കാംപറ്റി, ബാൻഡർ, തെലങ്കാനയിലെ സിൻഗറേനി, ആന്ധ്രാപ്രദേശിലെ പൻറ്റോ. ഇനി അടുത്തത് പെട്രോളിയം ആണ് കേട്ടോ. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില ഏതാണ്? അവസാദ ശിലയാണ് കേട്ടോ. നമ്മൾ കുറെ നേരത്തെ ധാർവാർ ശില എന്നൊക്കെ പറഞ്ഞില്ലേ. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില ഏതാണ്? അവസാദ ശിലയിലാണ് കേട്ടോ. ദ്രാവക സ്വർണം എന്നറിയപ്പെടുന്നതും ഏതാണ്? പെട്രോളിയമാണ്. ദ്രാവക സ്വർണം എന്നറിയപ്പെടുന്നതും പെട്രോളിയമാണ്. റോഡ്, റെയില്, വ്യോമഗതാഗതം 3 ഗതാഗത മേഖല ഉണ്ടല്ലോ. റോഡും റെയിലും വ്യോമഗതാഗതം അവയ്ക്ക് വേണ്ടുന്ന മുഖ്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? പെട്രോളിയമാണ്. പിന്നെ പെട്രോളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്?
രാസവളങ്ങൾ ഇതൊക്കെ ഇതിൽ നിന്നാണ് പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് കേട്ടോ. രാസവളങ്ങളും കൃത്രിമ റബ്ബറും കൃത്രിമ നാരും വാസലിനും ഇതൊക്കെ ഇതിൽ നിന്നാണ് പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ പെട്രോളിയം പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ്. 1ാം സ്ഥാനം അസം, 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം ഗുജറാത്ത്. അസം എപ്പോഴും ചോദിക്കാറുണ്ട്. പെട്രോളിയം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിക്കാറുണ്ട്. അസമാണ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. 3 സ്ഥാനങ്ങൾ. അസം ഓയിൽ കമ്പനി സ്ഥാപിച്ച ദിഗ്ബോയുടെ നിയന്ത്രണം ഇപ്പോൾ ആരുടെ കീഴിലാണ്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ് കേട്ടോ. അസം ഓയിൽ കമ്പനി സ്ഥാപിച്ച ഏതാണ്? ദിഗ്ബോയ് കേട്ടോ. നമ്മൾക്ക് പറയാറില്ലേ ദിഗ്ബോയ്, അതിന്റെ നിയന്ത്രണം ഇപ്പോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് വേണ്ടിയിട്ടാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? മുംബൈ ഹൈ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഇപ്പൊ പ്രീവിയസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ. ഏതാണ്? മുംബൈ ഹൈ. എപ്പോഴാണ് പ്രവർത്തനം ആരംഭിച്ചത്? 1976 കേട്ടോ. മുംബൈ ഹൈ പ്രവർത്തനം ആരംഭിച്ചത് 1976 ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാ? മുംബൈ ഹൈ പ്രവർത്തനം ആരംഭിച്ചത്. ഇനി അസമിലുള്ള മറ്റ് എണ്ണപ്പാടങ്ങൾ ഏതൊക്കെയാണ്? അസമിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ദിഗ്ബോയ് ഒക്കെ അല്ലേ. അതുപോലെ നോക്കിക്കേ, നഹർകത്തിയ, മോറാൻ, ഹഗ്രിയാൻ ഇതൊക്കെ എവിടത്തെയാണ്? അസമിലെ മറ്റ് എണ്ണപ്പാടങ്ങളാണ്. അപ്പൊ മുംബൈ ഹൈ പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ് 1976 ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ. ഇനി അങ്കലേശ്വർ, ഗുജറാത്തിലെ അങ്കലേശ്വർ, കലോള്, മെഹ്സാന, നവിഗാം, കോസാംബ, ലുനേജ് ഇതൊക്കെ എന്തിനു പ്രസിദ്ധമാണ്? ഗുജറാത്തിലെ എണ്ണപ്പാടങ്ങളാണ് കേട്ടോ. ഗുജറാത്തിലെ എണ്ണപ്പാടമാണ് ഏതൊക്കെയാണ്? അങ്കലേശ്വർ, കലോള്, മെഹ്സാന, നവിഗാം, കോസാംബ, ലുനേജ്. നഹർകത്തിയ, മോറാൻ, ഹഗ്രിയാൻ ഇവിടെയാണ്? അസമിലെയാണ് കേട്ടോ. അസമിലെയാണ്. ഇനി ഏറ്റവും പഴയ എണ്ണപ്പാടമാണ് ഏത്? ദിഗ്ബോയി. 1901 അസമിലാണ് കേട്ടോ. അതാണ് ഇപ്പൊ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കീഴിലാണ് എന്ന് പറഞ്ഞത്. 1901 അസമിലെ ഏറ്റവും പഴയ പെട്രോളിയം ഖനിയായ ദിഗ്ബോയ് കേട്ടോ. എവിടെയാണ്? 1901 അസമിലാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കീഴിലാണ്. ഇനി മുംബൈ ഹൈ 1976 അത് ഏറ്റവും വലുതാണ്. ഇനി ബറൗണി അല്ലെ. ബറൗണി എന്താണ്? ബീഹാറിലാണ് അല്ലെ. ബറൗണി ബീഹാർ. കമ്പോള അടിസ്ഥാനത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഉദാഹരണമാണ് ബറൗണി. കമ്പോള അടിസ്ഥാനത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ ബറൗണി ബീഹാർ. ഹാൽഡിയ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഹാൽഡിയ പശ്ചിമ ബംഗാളിലെ എന്താണ്? ഒരു ഓയിൽ റിഫൈനറി ആണ് അല്ലെ. അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ കേട്ടോ. ഹാൽഡിയ ഓയിൽ റിഫൈനറി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇനി ഈ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കമ്മീഷൻ ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി ഓഫ് ഗ്യാസ് ക്രാക്കർ സ്ഥിതി ചെയ്യുന്നത് ജാംനഗറിലാണ് കേട്ടോ. ജാംനഗർ ഗുജറാത്താണ്. ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ് ജാംനഗർ, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏത് എന്ന് ചോദിച്ചാൽ ജാംനഗർ ആണ്, ഗുജറാത്തിലാണ്. ഇനി ഗുവാഹത്തി എണ്ണ ശുദ്ധീകരണശാല പറയുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലയിലെ ആദ്യത്തേതാണ് കേട്ടോ. പൊതുമേഖലയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല ഏതെന്ന് ചോദിച്ചാൽ അത് ഗുവാഹത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതെന്ന് ചോദിച്ചാൽ ജാംനഗർ, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലയിലെ എണ്ണ ശുദ്ധീകരണശാല ഏതെന്ന് ചോദിച്ചാൽ അത് ഗുവാഹത്തിയാണ്. ഗുവാഹത്തി എണ്ണ ശുദ്ധീകരണശാല. ഇനി കൊയാലി എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ്? ഗുജറാത്തിലാണ് കൊയാലി എണ്ണ ശുദ്ധീകരണശാല. ഇനി ഏറ്റവും കൂടുതൽ ശുദ്ധീകരണ ശേഷിയുള്ള എണ്ണ ശുദ്ധീകരണശാലകൾ ഏതൊക്കെയാണ്? റിലയൻസ് പെട്രോളിയം ലിമിറ്റഡ് കേട്ടോ. റിലയൻസ് പെട്രോളിയം ലിമിറ്റഡ് എവിടെയാണ്? ജാംനഗറിൽ കേട്ടോ. ജാംനഗർ. പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എവിടെയാണ്? കൊയാലി. ഇതാണ് RPL-ഉം IOC ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എഴുതിയിരിക്കുകയാണ്. ഇത് രണ്ടെണ്ണമാണ് ഏറ്റവും കൂടുതൽ ശുദ്ധീകരണ ശേഷിയുള്ള എണ്ണ ശുദ്ധീകരണശാലകൾ. ഇനി നമ്മുടെ കേരളത്തിലെ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമ്പലമുകൾ. എവിടെയാണ്? അമ്പലമുകളിലാണ് കേട്ടോ. അമ്പലമുകൾ. ഇനി ONGC സ്ഥാപിതമായത്
ONGCന്റെ ഫുൾ ഫോം എന്താ? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. സ്ഥാപിതമായത് 1956. നമ്മുടെ കേരളം നിലവിൽ വന്നത് നമ്മൾ എപ്പോഴും പഠിക്കാറില്ലേ, 1956 നവംബർ 1 എന്നത്. അപ്പൊ അതേ വർഷം തന്നെയാണ് ONGC നിലവിൽ വന്നത് എന്നുള്ളത് കണക്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കുക. ഇനി വാരണാസിയില് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്റ്റ് ആണ് ഇത്, ഊർജഗംഗ. ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്ട് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഊർജ ഗംഗ. എവിടെയാണ്? വാരണാസിയിലാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദിയാണ്. ഇനി ജഗദീഷ്പൂർ, ഹാൽദിയ, ബൊക്കാറോ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വാരണാസിയില് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്ട് ആണ് ഊർജഗംഗ. ഇതിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്, ഊർജഗംഗയ്ക്ക് മറ്റൊരു പേര് എന്താണ്? ജഗദീഷ്പൂർ, ഹാൽദിയ, ബൊക്കാറോ ധമ എന്ന പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി എന്നും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. ഇനി എന്താണ് പ്രകൃതിവാതകം? നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട് പ്രകൃതിവാതകം അല്ലേ? പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന എന്താ ഇന്ധനമാണ് ഏത്? പ്രകൃതിവാതകം എന്ന് പറയുന്നത്. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് ഏത്? പ്രകൃതിവാതകം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതക ശേഖരം ഉള്ളത് എവിടെയാണ്? മുംബൈയിലാണ്. പ്രകൃതിവാതക ശേഖരം കൂടുതലുള്ളത് മുംബൈയിലാണ്. അതുപോലെ പ്രകൃതിവാതകം കാണപ്പെടുന്ന ഇന്ത്യയിലെ മേഖലകൾ എവിടേക്കാണ് പ്രകൃതിവാതകം കാണപ്പെടുന്നത്? കൃഷ്ണ ഗോദാവരി തടത്തില്, മുംബൈ, ഗൾഫ് ഓഫ് കമ്പത്ത്. അതുപോലെ ഇന്ത്യയുടെ പൂർവ്വ തീരത്താണ് ഏറ്റവും കൂടുതൽ എന്ത് കാണപ്പെടുന്നത്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തല്ല കേട്ടോ, ഇന്ത്യയുടെ പൂർവ്വ തീരത്താണ് പ്രകൃതിവാതകം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ഇന്ത്യയുടെ പൂർവ്വതീരം പറയുമ്പോൾ എവിടെയൊക്കെ വരും? നമ്മുടെ തമിഴ്നാട് വരും, ഒഡീഷ വരും, ആന്ധ്രാപ്രദേശ് വരും, ത്രിപുര വരും, പിന്നെ അരുണാചൽ പ്രദേശ് വരുന്നുണ്ട്, അതുപോലെ രാജസ്ഥാനിൽ വരുന്നുണ്ട്. ഇവിടെയൊക്കെ എന്താണ് നമ്മുടെ പ്രകൃതിവാതകം കൂടുതൽ. അതായത് ഇന്ത്യയുടെ പൂർവ്വതീരം പറയുമ്പോൾ ഇത്രയും സംസ്ഥാനങ്ങള് ഉൾപ്പെട്ടതാണ്. പിന്നെ 1984 ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിക്കപ്പെട്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിക്കപ്പെട്ടത്? പ്രകൃതിവാതകത്തിന്റെ ഗതാഗതത്തിനും വിപണനത്തിനുമുള്ള ഒരു പൊതുമേഖലാ സംരംഭമായിട്ടാണ്. പ്രകൃതിവാതകത്തിന്റെ ഗതാഗതത്തിനും വിപണനത്തിനുമുള്ള ഒരു പൊതുമേഖലാ സംരംഭമായിട്ടാണ് 1984 ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഇനി പൂർവ്വതീരത്താണ് കൂടുതൽ എന്ന് പറഞ്ഞു അല്ലെ? പ്രകൃതിവാതകം പൂർവ്വതീരത്താണ് കൂടുതൽ എന്ന് പറഞ്ഞു. എത്ര ശതമാനത്തോളമാണ്? 40.6% പ്രകൃതിവാതകവും ഇന്ത്യയുടെ പൂർവ്വതീരത്താണ് കാണപ്പെടുന്നത്. അതിന് പുറമെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് കൃഷ്ണ ഗോദാവരി തടം, മുംബൈ, ഗൾഫ് ഓഫ് കമ്പത്ത് എന്നിവ. ഇനി പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? സിറ്റി ഗ്യാസ് പദ്ധതി. കറണ്ട് അഫെയറിലൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. പ്രകൃതിവാതകം പൈപ്പിലൂടെ അല്ലെ വീടുകളിൽ എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ബൃഹത് പദ്ധതിയാണ് CGD അല്ലെ? എന്താണ് CGD? സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ. സിറ്റി ഗ്യാസ് പദ്ധതി പ്രകൃതിവാതകം പൈപ്പ് ലൈനുകളിലൂടെ വീടുകളിൽ എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ഇനി എന്താണ് ആണവധാതുക്കൾ? ആണവധാതുക്കളിന് ഉദാഹരണം ഏതൊക്കെയാണ്? യുറേനിയം, തോറിയം, ഇൽമനൈറ്റ്, സിർക്കോണിയം. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ആണവധാതുക്കൾക്ക് ഉദാഹരണമാണ്. എവിടെയാണ് ഇനി യുറേനിയം? കണ്ടോ, ധാർവാർ ശില. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ധാർവാർ ശിലകളിലാണ് യുറേനിയം നിക്ഷേപങ്ങള് കാണപ്പെടുന്നത്. അതുപോലെ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. ഇനി രാജ്യം വെച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് കസാക്കിസ്ഥാനാണ്. അപ്പൊ ധാർവാർ ശിലകളിലാണ് യുറേനിയം കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്, രണ്ടാം സ്ഥാനം രാജസ്ഥാനാണ്, മൂന്നാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കസാക്കിസ്ഥാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് ആണ്. രണ്ടാം സ്ഥാനമാണ് പിന്നെ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്രയൊക്കെ വരുന്നത്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് യുറേനിയം ഖനി കണ്ടെത്തിയത് എവിടെയാണ്? ജാദ്ഗുഡിയിലാണ് കേട്ടോ. ജാർഖണ്ഡിലാണ് ആദ്യമായിട്ട് ഒരു യുറേനിയം ഖനി
നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എവിടെയാണ് കാണപ്പെടുന്നത്? ജാർഖണ്ഡിലെ ജാദ്ഗുഡിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് യുറേനിയം ഖനി കണ്ടെത്തിയത്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിൽ സ്ഥിതി ചെയ്യുന്ന യുറേനിയം ഖനിയാണ് തുമിലപ്പള്ളി ഖനി. തുമിലപ്പള്ളി ഖനി ആന്ധ്രാപ്രദേശിലെ എവിടെയാണ്? കടപ്പയിൽ സ്ഥിതി ചെയ്യുന്ന യുറേനിയം ഖനിയാണ് തുമിലപ്പള്ളി യുറേനിയം ഖനി എവിടെയെന്ന് ചോദിച്ചാൽ എവിടെ എഴുതണം? ആന്ധ്രാപ്രദേശ് എഴുതണം. ഇനി കേരള, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനത്തിന്റെ തീരദേശ മണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏത്? തോറിയം എന്ന് പറയുന്നത്. കേരളം, തമിഴ്നാട്ടിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തോറിയം ഏതിൽ നിന്നൊക്കെയാണ്? മോണോസൈറ്റും ഇൽമനൈറ്റിൽ നിന്നിട്ടാണ് തോറിയം കിട്ടുന്നത്. ഇനി കേരളത്തിന്റെ തീരത്ത് കണ്ടെത്തിയിട്ടുള്ള ആണവ ധാതുക്കളാണ് തോറിയവും സിർക്കോണിയം. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. തോറിയം, സിർക്കോണിയം നമ്മുടെ കേരളത്തിന്റെ കടൽ തീരത്ത് ഉള്ള ആണവ ധാതുക്കളാണ് തോറിയവും സിർക്കോണിയവും. ഇനി ഈ ബോക്സ് ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇരുമ്പയിരില് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ക്രോമൈറ്റിലെ ഒഡീഷയാണ്. ബോക്സൈറ്റിലെ ഒഡീഷയാണ് പഠിച്ചു വെക്കുക. ഇനി അബ്രം എവിടെയാണ്? ആന്ധ്രാപ്രദേശാണ്. ചെമ്പില് മധ്യപ്രദേശ്, രാജസ്ഥാൻ. സ്വർണം കർണാടകയാണ്. വെള്ളി രാജസ്ഥാനിലാണ്. ലെഡ്, സിങ്ക് രാജസ്ഥാനിലാണ്. ഗലീന രാജസ്ഥാനാണ്. മാംഗനീസ് മധ്യപ്രദേശ്. ഫോസ്ഫേറ്റ് രാജസ്ഥാൻ. നിക്കൽ ഒഡീഷ. ജിപ്സം രാജസ്ഥാനില്. മാഗ്നസൈറ്റ് തമിഴ്നാട്. വജ്രം മധ്യപ്രദേശ്. കല്ലുപ്പ് ഹിമാചൽ പ്രദേശ്. കൽക്കരി ഛത്തീസ്ഗഡില്. ഒഡീഷ. മോണോസൈറ്റ്, സിർക്കോണിയം കേരളം. ഇതാണ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങള്. നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമായി, ക്ലാസ് ലെങ്ത് ഉള്ള വീഡിയോ ആണ്. ധാതുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും പഠിക്കാനുണ്ട്. നമുക്ക് കുറച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് ക്ലാസ് തന്നിട്ട് കാര്യമില്ലല്ലോ. തരികയാണെങ്കിൽ അത് വ്യക്തമായിട്ട് തന്നെ തരണം. കാരണം എപ്പോഴും ഈ ധാതുക്കളിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഡീപ്പ് ലെവൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പൊ നമ്മൾ ആ ഡീപ്പ് ലെവലിൽ തന്നെ തന്നതാണ്. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കാട്ടോ. ഞാൻ ഒരു പോയിന്റ് വിടാതെ തന്നിട്ടുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ. ഇത്രയും ലെങ്ത് ക്ലാസ്സിൽ ഇതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റി ഇതൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ടൈം ആകും. കുട്ടികൾ ഇത്രയും നമ്മുടെ കൂട്ടുകാർ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ഇട്ട് തന്നത് കേട്ടോ. തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ്. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് താഴെ ഒന്ന് കമന്റ് കൂടി രേഖപ്പെടുത്തണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ഓരോ ദിവസവും നിങ്ങളുടേതാക്കി മാറ്റുക. 2024 നിങ്ങളുടേതാക്കുക. പരീക്ഷ നിങ്ങളുടേതാക്കുക. റാങ്ക് ലിസ്റ്റ് നിങ്ങളുടേതാക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട്